അനീഷ് ഷാനവാസ് ഇഷ്യൂ. ഷാനവാസ് ആക്ച്വലി ഷാനവാസിനെ ചതിയൻ. അനീഷിന്റെ വർത്താനം അറിയാലോ, കണ്ണാട വെച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. ആ സംഭവം ഇപ്പൊ ഭയങ്കര വൈറലാണ്. അനീഷിനെ തന്നെ അറിയില്ല പുറത്ത് അനീഷിന് എത്രത്തോളം ഫാൻസ് ഉണ്ടെന്ന്. എല്ലാവരും എടുത്തു വെച്ചിരിക്കുന്ന റീലും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പൊ ആ കോയിന്റെ സംഭവത്തില് ഷാനവാസ് പറയുന്നുണ്ട്, ഞാനത് എടുത്തു വെച്ചതാണ്, മിസ്സാണ്ടാന്ന് വെച്ചാൽ എടുത്തു വെച്ചാണ്, നിനക്ക് തരാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ്. അതിലും പറയുന്നത് ഞാൻ തമാശക്ക് ചെയ്തതെന്നല്ല, പക്ഷെ സാധനം ഉൾട്ടടിച്ചു. അപ്പം ഇനി മേലെ എന്നോട് സംസാരിക്കണ്ട ഷാനവാസ് എന്ന് പറയുന്നത്. കാരണം ഷതിയെന്ന് വിളിച്ചത് ഭയങ്കര വിഷമമായതുകൊണ്ട് സംസാരിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വീഡിയോ ഞാൻ നിങ്ങളോട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു അതെടുത്ത് കൊടുക്കാൻ പോകുന്നുണ്ട് ഷാനവാസ്. അപ്പം ഇവർ തമ്മിലൊരു പാച്ചപ്പ് അനീഷ് എനിക്ക് തോന്നുന്നത് പെട്ടെന്നുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും ലാലേട്ടൻ വന്ന് ക്ലിയർ ചെയ്ത വഴക്ക് മാറുമെന്നാണ് എന്റെ വിശ്വാസം. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടോമാഞ്ചറി ഫൈറ്റ് ഉണ്ടാവാറിലാണ്. പക്ഷെ ഇങ്ങനെ വായിക്കൊള്ളാത്ത കുറച്ച് വാക്കുകൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഷാനവാസ് ആണെങ്കിലും എല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ട് ഇത് പാച്ചപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പാർട്ട് ഫ്രം ദ ബിഗ് ബോസ് കണ്ടന്റ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ്. അതിനകത്ത് നമ്മുടെ അനീഷ് പറയുന്ന വളരെ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫൈറ്റ് ചെയ്യാൻ അറിയാൻ പോലായിട്ടല്ല, നമ്മുടെ സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫിൽ പല ആളുകളും നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പതറിപ്പോകും. പ്രത്യേകിച്ച് ജീവനോട് ലൈഫിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ ബാക്ക് സ്റ്റാബ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരും. എസ്പെഷ്യലി ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്നും പറയണ്ട. അപ്പം നിങ്ങൾ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് ചിരിച്ച് പുറകെ പോയി കുത്തിയിട്ട് നമ്മൾ കരയാനുണ്ട് അഗെയിൻ ആ കുത്തിയ കൈകൊണ്ട് തന്നെ വന്നിട്ട് നമ്മുടെ കണ്ണീര് തലോടുന്നതല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മുന്നിൽ നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് പറയുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ആ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുള്ളൂ. അല്ലാതെ നമ്മൾ കടിച്ചു തൂങ്ങി ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് പിടിച്ചു നിർത്തിയിട്ടും അല്ലെങ്കിൽ ഇയാൾ ചതിക്കുന്നുണ്ട്, ഇയാൾ നുണയനാണെന്ന് അറിഞ്ഞിട്ടും പിടിച്ചു നിർത്തുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്വയം കത്തിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അനീഷ് പറഞ്ഞ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഹാൻഡ് ഡിസ്റ്റൻസിൽ തന്നെ നിൽക്കുക. വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് വിശ്വാസ തകർച്ച ഉണ്ടാകുന്നത്. ഫൈറ്റ് ചെയ്യാനും സംസാരിച്ച് നിൽക്കാനും അറിയാണ്ടല്ല, വിശ്വസിച്ചു പോയി. അത്യാവശ്യം നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ വിശ്വാസം വേണം, അല്ലെങ്കിൽ പിന്നെ സംസാരിച്ചിട്ട് എന്താ കാര്യമുള്ള എന്നുള്ളത് വളരെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു വേർഡ്സ് ആണ്. അത് ഞാനിവിടെ നിങ്ങളെല്ലാവരോടും എഗെയിൻ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം റിലേഷൻഷിപ്പ് ഈസ് സംതിങ് precious, whether if it is in love relationship, like ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതൊരു കല്യാണത്തിലോട്ട് പോകുന്ന റിലേഷൻ ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് അതിനകത്ത് വെള്ളം കയറാതിരിക്കാൻ നോക്കുക. രണ്ടാൾക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. സോ ചൂസ് വൈസ്ലി. ഗുഡ് വൈബ്സ്.